ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നാം വിളിക്കപ്പെടുന്നത് സന്തോഷത്തിലേക്കാണ്, ആനന്ദത്തിലേക്കാണ്. പരമാനന്ദമായ ദൈവത്തിലായിത്തീരുകയാണ് യഥാർത്ഥ ആനന്ദമെന്ന് ഭൗതിക ജീവിതത്തിന്റെ വ്യഗ്രതയ്ക്കിടയ്ക്ക് നാം മറന്നുപോകും. പൗലോസ്ലീഹ ഫിലിപ്പിയർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫിലിപ്പിയർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കുവിൻ. നാം വിളിക്കപ്പെടുന്നത് സന്തോഷത്തിലേക്കാണ്. എന്നാൽ ക്രൈസ്തവ ജീവിതം ദുഃഖപൂർണമായ ഒന്നായിരിക്കുമെന്നാണ് നമ്മുടെ ധാരണ. യേശു തന്നെ ഉപേക്ഷിച്ച് നിന്റെ കുരിശുമെടുത്ത് പിന്നാലെ വരണം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം പേറി യാത്ര ചെയ്യുന്നതിന്റെ ദുഃഖത്തിലാണ് നമ്മൾ. യോഹന്നാൻ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 23-ാം തിരുവചനത്തിൽ താൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവർ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ താൻ ഉയർക്കുമെന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നേയില്ല. വധിക്കപ്പെടുമെന്നൊരു കാര്യത്തിൽ മനസ്സുടക്കി പോകുന്നു. നമുക്കൊക്കെ സങ്കടപ്പെടാൻ 100 കാരണങ്ങളുണ്ട്. രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, ഭവനമില്ലാത്തതാകാം, മക്കളില്ലാത്തതാകാം, പലവിധ കാരണങ്ങളാകാം. വാസ്തവത്തിൽ സന്തോഷമെന്ന വാക്ക് പരിമിതപ്പെട്ടൊരു വാക്കാണ്. ഉപയോഗിക്കേണ്ടത് ആനന്ദമെന്നാണ്, ജോയ്ഫുൾനെസ് ആണ്. സന്തോഷത്തോടൊപ്പം എപ്പോഴും ഒരു സങ്കടം പതിയിരിപ്പുണ്ട്. സന്തോഷിക്കുന്നതിന് പകരം ആനന്ദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിത്യമായൊന്നായിട്ട് മാറും. നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് ജീവിതത്തിൽ നാം നേരിടുന്ന അരിക്ഷിതാവസ്ഥകളാണ്, താൽക്കാലികങ്ങളായ അരിക്ഷിതാവസ്ഥകൾ. യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ ഈശോ അത് പറയുന്നുണ്ട്. സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവളുടെ സമയം വന്നു ചേർന്നതുകൊണ്ട് അവൾ ദുഃഖിക്കുന്നു. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം മായ്ച്ചു കളയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ സംഭവ വികാസങ്ങൾ, അരിഷ്ടതകൾ, അവയിലൊക്കെ നാം മനസ്സുടക്കി പോകുമ്പോഴാണ് സങ്കടത്തിന് മനുഷ്യരായിട്ട് നമ്മൾ മാറുക. ഈ നേരവും കടന്നു പോകുമെന്നും ഇതിനപ്പുറം പ്രത്യാശയ്ക്കായ ഒരു വകയുണ്ടെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പരീക്ഷകളോട് വിശ്വാസത്തിന്റെ ഉറപ്പ് അനുഭവിക്കാൻ കഴിയും, പ്രത്യാശയിലേക്ക് വളരാൻ കഴിയും. സങ്കടങ്ങൾക്ക് 100 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവയൊക്കെ നാം ആലോചിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും, അവയൊക്കെ താൽക്കാലികങ്ങളായിരുന്നു. സന്തോഷങ്ങളും അങ്ങനെ തന്നെയാണ്, താൽക്കാലികങ്ങളാണ്. അവയൊന്നും സ്ഥായി ഭാവമുള്ളവയല്ല. നാം സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ക്രമേണ സന്തോഷത്തിലേക്ക് വഴി തുറക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പല സന്തോഷങ്ങളും ചെന്നെത്തുന്നത് സങ്കടങ്ങളിലുമാണ്. ലഭിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവയൊന്നും സ്ഥായി ഭാവമുള്ളതല്ല. നേടുന്നത് വരെ കിട്ടുന്നതിനെ കുറിച്ചുള്ള വലിയ അഭിലാഷങ്ങൾ ഹൃദയത്തെ പുളകം കൊള്ളിക്കും. ഇതിൽ ആഗ്രഹിച്ചവർ ലഭ്യമാകുമ്പോൾ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. ജോലിക്കായിട്ട് അലയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ അത് കിട്ടുന്നതാണ് പരമമായ സന്തോഷമെന്ന് കരുതി അതിന്റെ പിന്നാലെ പായുകയും അവസാനം ജോലി കിട്ടിക്കഴിയുമ്പോൾ അതൊരു ഭാരമായും ദുരിതമായും പറയുന്നവർ അനേകരാണ്. സന്തോഷമാണ് നമ്മൾ തേടുന്നത്, പക്ഷേ യഥാർത്ഥ സന്തോഷം എന്താണ് എന്നറിയാതെയുള്ള തേടലാണ് പലപ്പോഴും സങ്കടങ്ങളിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുന്നത്. സങ്കടപ്പെടാനുള്ള പല കാരണങ്ങളെ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് പരിഹരിക്കാം. സന്തോഷിക്കാനുള്ള വകയെന്തുണ്ട്? സന്തോഷത്തിന്റെ പ്രത്യേകത അത് പുറമേ നിന്ന് ലഭ്യമല്ലാത്ത ഒന്നാണെന്നാണ്. നമ്മുടെ അകമേ ഉണ്ടാകുന്ന ആനന്ദമാണ് കാണുന്നവയിലൊക്കെ ആനന്ദം കാണാൻ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ വേദനകളും അപമാനങ്ങളും സഹനങ്ങളും കഷ്ടതകളും ഒക്കെ ആനന്ദത്തിന്റെ വാതിലായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലായിടത്തും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളെന്ന് നമ്മുടെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ജനിച്ച കാലം മുതൽ അഭിലാഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ അഭിലാഷങ്ങളൊന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല. പഠിക്കണമെന്നും അറിവ് നേടണമെന്നും സമ്പത്ത് നേടണമെന്നും ജോലി വേണമെന്നും ജീവിതം സൗഭാഗ്യകരമാകണമെന്നും സ്നേഹിക്കപ്പെടണമെന്നുമുള്ള ആഗ്രഹങ്ങൾ, നിരവധിയായ ആഗ്രഹങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. ഇവയൊന്നും ഇല്ലാതായാൽ ഒരു മനുഷ്യനായിരിക്കാൻ സാധ്യമല്ല. പക്ഷെ ഈ സന്തോഷങ്ങൾ താൽക്കാലികങ്ങളാണെന്നും ഇവയൊന്നും ശാശ്വതമായ തൃപ്തി നൽകുന്നതല്ലെന്നും നാം തിരിച്ചറിയണം. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങൾ, അതായത് ദൈവം നമ്മെ പരീക്ഷിക്കുന്നതൊന്നുമല്ല. നമ്മൾ ഈ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാനായി നമ്മുടെ അഭിലാഷങ്ങളുമായി നടത്തുന്ന നിരന്തരമായ പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങൾ പരീക്ഷകളായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മോഹങ്ങളാണ് നമ്മെ കുടുക്കിലാക്കുന്നത്, അവയാണ് പരീക്ഷിക്കപ്പെടുന്നു എന്ന ചിന്തയിലേക്ക് പോലും നമ്മെ നയിക്കുന്നത്. സന്തോഷം സബ്ജക്റ്റീവായ ഒരു കാര്യമാണ്, അത് ഒബ്ജക്റ്റീവ് അല്ല. അത് പദാർത്ഥ സംബന്ധിയായി ലഭിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു നിമിഷം സന്തോഷമുണ്ടായാൽ
ആ നിമിഷം കഴിഞ്ഞ് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ അത് മാഞ്ഞു പോകും. പക്ഷെ ഇല കൊഴിയാതെ മരത്തിന് തളിർക്കാനാവില്ല, തളിർക്കാതെ പൂക്കാനാവില്ല, പൂക്കാതെ കായ്ക്കാനാകില്ല. ഒരു വൃക്ഷം അതിന്റെ ദൗത്യം നിറവേറ്റുന്നത് അതിൽ കായുണ്ടാവുമ്പോഴാണ്. അതിലൂടെയാണ് അനേകം വൃക്ഷങ്ങളെ അത് ജനിപ്പിക്കുന്നത്. നമ്മളാകട്ടെ കൊഴിഞ്ഞു പോകുന്ന ഒരു ഇലയെക്കുറിച്ച് അതീവ ദുഃഖിതരാകുന്നു. നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ് എപ്പോഴും നമ്മുടെ വ്യാകുലത. കുട്ടിയായിരുന്നപ്പോൾ വലുതാകണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. വലുതായപ്പോഴോ ബാല്യം നഷ്ടപ്പെട്ടു പോയതിൽ നാം ദുഃഖിക്കാൻ തുടങ്ങും. കുട്ടിയായിരുന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, ഇപ്പോൾ അതില്ലല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുക. കുട്ടിയായിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കുട്ടിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് കാണുന്നതിലൊക്കെ സന്തോഷം കാണാൻ കുട്ടിക്ക് കഴിയും. ഒരു പൊട്ടിയ വളപ്പൊട്ടിൽ കുട്ടി സന്തോഷം കണ്ടെത്തും. മുതിർന്നു കഴിയുമ്പോഴോ വളപ്പൊട്ടാകുന്നത് സങ്കടമായിട്ട് മാറും. അപ്പൊ നമ്മുടെ മനോഘടനയ്ക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. സന്തോഷം എന്നത് അകമയുള്ള ഒന്നാണ് തിരിച്ചറിയണം. ഓരോ പരീക്ഷകളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത് സത്യം തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ്. സന്തോഷത്തിന്റെ മൂലകാരണത്തിലേക്ക് തിരികെ പോകാനുള്ള അവസരങ്ങളാണ്. പറുദീസയിലേക്ക് പോകാൻ, ആദ്യത്തെ സന്തോഷത്തിലേക്ക്. ആദ്യത്തെ സന്തോഷം എന്താണ്? അത് ദൈവവുമായൊരു കൂട്ടായ്മയാണ്. ദൈവം ഒപ്പം ഉണ്ടെന്ന അവസ്ഥയാണ്. ഹൃദയത്തിലുള്ള ഒരുവനെ തിരിച്ചറിയാത്ത കാലത്തോളം ഭൗതികമായ ഏതു നേട്ടവും അതൃപ്തിയിലേക്കും ദുഃഖത്തിലേക്കും നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. നിരന്തരമായ പ്രയാണത്തിനിടയ്ക്ക് നാം മറന്നു പോകുന്നൊരു സത്യമാണത്. എന്റെ ജീവിതം യഥാർത്ഥ സന്തോഷത്തിലേക്കാണ് പോകേണ്ടതെന്ന്, ജോയ്ഫുൾനെസ്സിലേക്കാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകും. കഷ്ടതയും വേദനയും സഹനവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നതിനിടയ്ക്കാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കണം. എന്തിനെക്കുറിച്ച് സന്തോഷിക്കണം? സന്തോഷിക്കേണ്ടത് ആദ്യ കാരണമായ ഒരുവനെ തിരിച്ചറിഞ്ഞു എന്നതിലാണ്. നിങ്ങളുടെ ജീവിതത്തിനും കാരണമായ ഒരുവന്, എല്ലാറ്റിനും ഉടയവനായ ഒരുവന്, അവൻ അകമയുണ്ടെന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ലൗകികതയുടെ മാലുകൾ നമ്മെ കെട്ടുകയും സങ്കടങ്ങളിൽ മുക്കിത്താഴ്ത്തുകയും ചെയ്യുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയം. വിജയം നേടുക എന്നതിനർത്ഥം എന്താണ്? ഏത് വിജയവും അവസാനം ചെന്നെത്തുന്നത് നിരാശയിലേക്കും പരാജയത്തിലേക്കുമാണ്. മഹാഭാരതത്തിൽ അങ്ങനെ പറയും. അവസാനം പാണ്ഡവർ ജയിക്കുന്നു. ജയിച്ചു കഴിയുമ്പോൾ കൈമുതലായിട്ടുള്ളത് എന്താണ്? വിധവകളുടെ ഒരു രാജ്യം, അനേകർ മരിച്ചു വീണതിന്റെ ഓർമ്മകൾ മാത്രം. സങ്കടങ്ങളാണ് അവസാനം ഭാണ്ഡത്തിൽ പേറാനുണ്ടാകുക. പരാജയപ്പെടുന്നതിന്റെ സുവിശേഷം എന്താണ്? അത് ഉദ്യാനത്തിലേക്ക് മിടിതുറക്കുന്നതാണ്. നെപ്പോളിയൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ലോകത്ത് വിജയിയാണെന്ന് ധരിച്ച ആളാണ്, പക്ഷെ യഥാർത്ഥ വിജയി ഒരു പരാജിതനാണ്. ആ പരാജിതൻ ലോകം മുഴുവൻ കീഴടക്കി. 2000 വർഷമായി എരിവുള്ള ഓർമ്മയായിട്ട് ക്രിസ്തുവുണ്ട്. അവന്റെ സങ്കടങ്ങൾ നമുക്ക് പകർന്നു തന്നത് സന്തോഷമാണെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെ ചൊല്ലി നാം പരാതിപ്പെടുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന സങ്കട നിമിഷങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷത്തെ ജനിപ്പിക്കുന്നവയാണെന്ന് തിരിച്ചറിയണം. കഷ്ടപ്പാടുകളാണ് നമ്മെ പലപ്പോഴും സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. വളരെയധികം വേദന അനുഭവിച്ച് ബുദ്ധിമുട്ടി അധ്വാനിച്ച് നാം ഒരു വക നേടുമ്പോൾ ആ നേട്ടം നമുക്ക് സന്തോഷമാകുന്നത് ഒട്ടനവധി കഷ്ടപ്പാടുകളുടെ ഓർമ്മകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരവസ്ഥയും അനുഭവപ്പെടുത്തുന്നത് സന്തോഷത്തിന്റെ പുതിയ വെളിച്ചമാണ്. അത് കാണാതായി പോകുന്നതാണ് ജീവിതം സങ്കടകരമായി പോകുന്നത്. നാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളിലേക്കാണ്, ഇല്ലായ്മകളിലേക്കാണ്, വറുതികളിലേക്കാണ്, കഷ്ടപ്പാടുകളിലേക്കാണ്. ക്ലേശങ്ങളൊക്കെ ഭാരങ്ങൾ നീക്കുന്നതായിട്ട് അനുഭവപ്പെടുന്ന എപ്പോഴാണ്? ആ ക്ലേശങ്ങൾ സ്നേഹത്തെ പ്രതിയായിത്തീരുമ്പോൾ സന്തോഷം ജനിപ്പിക്കും. നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സ്നേഹത്തെ പ്രതിയാകുമ്പോൾ ആനന്ദമയമായി തീരും. ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ചോദ്യകർത്താവ് കരുതി വെക്കുന്നുണ്ട്. ആ ഉത്തരവുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് ഉത്തരം ശരിയോ തെറ്റോ എന്ന് അവർ കണ്ടെത്തുക. നമ്മുടെ മുമ്പിലുള്ള ഓരോ പരീക്ഷയും ഒരു ഉത്തരം മുന്നേ തന്നെ നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ്. ആ ഉത്തരമാകട്ടെ യേശുക്രിസ്തുവാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാൾ, സാമ്പത്തികമായ പരാധീനതയുള്ളവരാണ് നമ്മിൽ മഹാഭൂരിപക്ഷവും. കടബാധ്യതയും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ വലയ്ക്കുന്നുണ്ട്. അവയാണ് പരമമായ സത്യമെന്നാണ് നാം കരുതുന്നതെങ്കിൽ പിന്നെ മുന്നോട്ട് ജീവിക്കുന്നതിൽ പോലും അർത്ഥമില്ലെന്ന് തോന്നും. നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഇക്കാരണത്താലാണ്. 10,000 രൂപ കടമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് കടമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവിടെ സംഖ്യയുടെ വലിപ്പമോ കടത്തിന്റെ ഭാരമോ അല്ല
ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്? അയാളുടെ ജീവിതത്തിന്റെ പരമമായ കേന്ദ്രം എന്താണെന്നത് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ആ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. നമ്മോട് നിരവധി ചോദ്യങ്ങൾ ജീവിതത്തിൽ ചോദിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളിലൂടെ, വേദനകളിലൂടെ, ഇല്ലായ്മകളിലൂടെ, ദുരിതങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഒക്കെ ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. രോഗത്തിന് പരിഹാരം എന്ത്? ഒരു ചോദ്യമാണ്. നാം പറയും മരുന്നാണ് പരിഹാരം, ചികിത്സയാണ് പരിഹാരം, അതുണ്ടാകണമെങ്കിൽ പണമാണ് പരിഹാരം. ഉത്തരങ്ങൾ വൈവിധ്യപൂർണമായതാകാം. പണമുള്ള ഒരാൾ രോഗത്തിന്റെ പ്രതിവിധി എന്ത് എന്ന് ചോദിക്കുമ്പോൾ വിദഗ്ധ ചികിത്സയാണ് അതിന് ഉത്തരമായിട്ട് കരുതുക. അതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ടുള്ള അലച്ചിലുകൾ, പരക്കം പായ്ച്ചിലുകൾ ധനമുള്ളയാൾ നടത്തും. ധനമില്ലാത്ത ആളെ സംബന്ധിച്ച് ചികിത്സ ലഭ്യമല്ല എന്നതുകൊണ്ട് അയാൾ സങ്കടപ്പെടുന്നത് എവിടെയെങ്കിലും ചികിത്സിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ദുഃഖമാണ്. രോഗത്തിന് പരിഹാരം എന്ത് എന്ന ചോദ്യത്തിന് നിരവധി പേർ എഴുതുന്ന ഉത്തരം പലതായിരിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഉത്തരങ്ങൾ. ഈ ഉത്തരങ്ങൾ എഴുതിയാൽ ഈ പരീക്ഷയിൽ നാം വിജയിക്കില്ല. കാരണം ഉത്തരം ഒന്നേ ഉള്ളൂ. നിങ്ങൾ രോഗിയാണോ? അതിന് ഉത്തരം യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവാണ് രോഗത്തിന് ഉത്തരം എന്ന് പറയുക? മരുന്ന് വേണ്ടെന്ന അർത്ഥത്തിലല്ല. നാം മരുന്ന് കഴിക്കുമ്പോഴും നാം ചികിത്സകൾ തേടുമ്പോഴും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥ സൗഖ്യമായവൻ അകമേ വസിക്കുന്നുണ്ട്, അവനാണ് പ്രവർത്തിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ വൈദ്യശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്, ഈ മരുന്ന് ഇയാളിൽ റിയാക്ട് ചെയ്യുന്നില്ല, ഈ മരുന്ന് ഇയാളിൽ ഫലപ്രാപ്തി ഉളവാക്കുന്നില്ല. ഒരേ മരുന്ന് തന്നെയാണ്, പക്ഷെ ഈ മരുന്ന് ഇയാളിൽ പ്രവർത്തിക്കുന്നില്ല. ഒരു മരുന്നുകളും പ്രവർത്തിക്കാതായി പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അയാളുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരുവിനെ കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല. ഏത് മരുന്ന് പ്രവർത്തിക്കണമെങ്കിലും ശരീരത്തിനകത്ത് പ്രവൃത്തി സംഭവിക്കണം, ശരീരം പ്രതികരിക്കണം. ശരീരം പ്രതികരിക്കണമെങ്കിൽ ആദ്യം മനസ്സ് സുസജ്ജമാകണം. എന്താണ് മനസ്സിന്റെ സ്ഥിരത? അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു കാര്യമാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണ് പരീക്ഷിക്കപ്പെടുമ്പോഴുള്ള ഭാഗ്യം? വിശ്വാസത്തിൽ നാം ഉറയ്ക്കും. പ്രതിവിധിയായ ഒരുവനെ കണ്ടെത്തും, അവനാണ് ജീവിതത്തിന്റെ നിയന്താവ് എന്ന് ഹൃദയത്തിൽ തിരിച്ചറിയും. ആലോചിച്ച് നോക്കണം, പീഡകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടാണ് പീഡിതരോട് അവൻ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന പീഡകളുടെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് ക്രിസ്തു പറയുന്നു, പരീക്ഷകളെല്ലാം അകപ്പെടുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷകളെല്ലാം നയിക്കുന്നത് ഒരു വിജയത്തിലേക്കാണ്, വിശ്വാസ സ്ഥിരതയുടെ വിജയത്തിലേക്ക്. വിശ്വാസം വഴി കൃപയാലുള്ള രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഓരോ ജീവിത സന്ദർഭങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. സാമ്പത്തികമായി പരാധീനതയുള്ളവർ, കടബാധ്യതയുള്ളവർ പലപ്പോഴും പരാതി പറയുന്നതും പ്രാർത്ഥിക്കാൻ പറയുന്നതും, ഒരു സ്ഥലമുണ്ട് അത് വിൽക്കാനൊന്ന് പ്രാർത്ഥിക്കണേ, ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണേ, ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണേ, പരസ്യമായി പറയുന്നില്ലെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ട് അതൊന്ന് അടിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് ഹൃദയത്തിൽ ധരിക്കുന്നവർ അനേകരാണ്. സമ്പത്താണ് കടബാധ്യതയ്ക്ക് പരിഹാരമെന്ന് ചിന്തിക്കുന്നത് ഇടത്താണ് അത് ദുഃഖം ആരംഭിക്കുക. സമ്പത്തല്ല കടബാധ്യതയ്ക്ക് പരിഹാരം. പരിഹാരം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം നേരിടുന്ന ഏത് പ്രതിസന്ധികൾക്കും പരിഹാരമായൊരുവൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി സ്വയം പകരം വെച്ചിട്ടുണ്ട്. അവന്റെ കുരിശിനാൽ നിങ്ങൾ വിമോചിതരായിട്ടുണ്ട്. ലോകത്ത് നാം നേരിടുന്നതൊന്നും നമ്മെ നിത്യമായി നശിപ്പിക്കുന്നവയല്ലെന്നും അവയിലെല്ലാം വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ മുഖമാണെന്നും ക്രിസ്തുവാണ് കൂടെയുള്ളതെന്നും തിരിച്ചറിഞ്ഞാൽ ആത്മധൈര്യം നമുക്കുണ്ടാവും. ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നത്, കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ. ഓരോ കഷ്ടതയും നമ്മെ സഹനശീലമുള്ളവരാക്കുന്നുണ്ട്. ആ സഹനശീലത്തെ നാം ബലമതിക്കുന്നില്ല. സഹനശീലം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങളിൽ ഒന്നാണ് സഹനശക്തി. ഈ സഹനശക്തി നമുക്ക് ഇല്ലാതായി പോകുന്നത് നാം ഈ പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിന്റെ അന്തകൻ ഈ പറയുന്ന പ്രശ്നമാണ് എന്ന് ഞാൻ ധരിക്കുന്നത് കൊണ്ട്, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഭയമുള്ളത് കൊണ്ട്, നിത്യമായ ജീവിതത്തിലേക്കുള്ള പ്രത്യാശ എന്നെ ഭരിക്കാത്തത് കൊണ്ട്, ഈ സഹിക്കാൻ കഴിയാത്ത വേദനകൾക്കകത്ത് ഞാൻ നെരിപ്പോടിലെന്ന പോലെ ഞെരിഞ്ഞമരുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്താണ്, നമ്മുടെ സങ്കടത്തിന്റെ കാരണം എന്താണ്. എല്ലാ സങ്കടങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരുവൻ അകമേ നിങ്ങളെ അറിയുന്നവനായി, നിങ്ങളെ പരിഗണിക്കുന്നവനായി, കരുതുന്നവനായി, സ്നേഹിക്കുന്നവനായി ഉണ്ട് എന്ന ബോധ്യമില്ലാതായി പോകുന്നതാണ്.
എല്ലാ സങ്കടങ്ങളുടെയും മൂലം പരിശോധിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു നിരാശ്രയത്വം നാം നേരിടുന്നുണ്ട്. അകമേ പരമാശ്രയമായ കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിയാതെ പോകുന്നുണ്ട്. ചെറുപ്പകാലം മുതൽ കഷ്ടപ്പാടുകളിലൂടെ നടന്നു വന്നവരാണ് നമ്മൾ. ആ കഷ്ടപ്പാടുകൾ ഓരോന്നും നമുക്ക് നാം അറിയാതെ തന്നെ ഒരു ശക്തി നൽകിയിട്ടുണ്ട്. ആ ശക്തി ആത്മധൈര്യത്തിൻ്റെതാണ്. അകമേ ഒരുവനുണ്ടെന്ന ബോധ്യം ഏതിരുട്ടിലും കൂട്ടായി വരുമ്പോൾ നമുക്ക് ഇരുട്ടിനെ ഭയമില്ലാതെയാവും. നാം സഹിക്കുന്ന സങ്കടങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ നേരിടാൻ കെൽപ്പുള്ള ഒരുവൻ കൂടെയുണ്ട് എന്നൊരു ബോധ്യം ഹൃദയത്തിനുണ്ടാകുമ്പോൾ ആത്മധൈര്യത്തിലേക്ക് നാം പ്രവേശിക്കും. വ്യക്തിപരമായ ആത്മധൈര്യത്തിന് അധികം ആയുസില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പതറിപ്പോവും. ആത്മധൈര്യം ഹൃദയത്തിനകത്ത് അവൻ വസിക്കുന്നുവെന്ന് ബോധ്യത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവന്റെ കൂട്ടായ്മയാണ്. നിത്യമായ കൂട്ടായ്മ ക്രിസ്തുവിൻ്റെതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് സങ്കടങ്ങളിൽ നാം പെട്ടുപോകുന്നത്. അകമയുള്ളൊരു പരമാനന്ദത്തെ, നിത്യമായ സന്തോഷത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ലോകത്തേക്ക് നാം നോക്കുമ്പോൾ സങ്കടങ്ങൾ മാത്രം കാണാനിടയാവും. സങ്കടമുള്ള ഒരാൾ മഴയെ നോക്കിയാൽ ആ മഴയും അയാൾക്ക് സങ്കട കാരണമായിട്ട് മാറും. അതേസമയം സന്തോഷമുള്ള ഒരാളെ സംബന്ധിച്ച് മഴ പെയ്യുമ്പോൾ മഴ ഒരു ആഹ്ലാദത്തിന്റെ കാരണമായിട്ട് മാറും. മഴ ഉള്ളിൽ തുള്ളിത്തുളുമ്പുന്ന ഒരു പുളകമായിട്ട് അനുഭവപ്പെടും. മഴയെ നോക്കുന്ന കണ്ണുകൾക്കാണ് വ്യത്യാസം, മഴയ്ക്കല്ല വ്യത്യാസം ഉണ്ടാകുക. ഞാനൊരു പ്രസംഗത്തിൽ കേട്ട കഥയാണ്. രണ്ട് വൃദ്ധർ ഒരേ സ്ഥലത്ത് ഒരു സായാഹ്നത്തിൽ എത്തിച്ചേരുന്നു. ഒരാൾ അതീവ ദുഃഖിതൻ, മറ്റേയാൾ സന്തോഷവാൻ. ദുഃഖിതൻ പറയുകയാണ്, ബാല്യകാലത്ത് കുഞ്ഞിനെ കൈപിടിച്ച് നടത്തി, വഴിയിലൂടെ നടത്തി, റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ച് ഞാൻ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ഇപ്പോ അതേ പാർക്കിൽ എന്നെ അവൻ കൊണ്ടുവന്നിരുത്തുന്നു. എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ അവൻ എന്റെ കൈ പിടിക്കണം. ഞാൻ പിടിച്ചു നടത്തിയവൻ എന്നെ പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ ബലം ക്ഷയിച്ചവനായി പോയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവനായി പോയിരിക്കുന്നു. അതീവ സങ്കടം. കുറച്ചു കഴിഞ്ഞ് ഈ സങ്കടപ്പെടുന്നയാൾ സന്തോഷവാനായ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇത്ര സന്തോഷം? അയാൾ പറഞ്ഞു, എന്നെയും കൊണ്ടുവന്നത് മകനാണ്. അവൻ എത്ര കരുതലോടെയാണ് എന്നെ കാക്കുന്നത്. എന്നും സായാഹ്നത്തിൽ ഈ പാർക്കിൽ വന്നിരിക്കാൻ അവൻ എന്നെ കൊണ്ടുവരുന്നുണ്ട്. അവൻ എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. റോഡ് മുറിച്ചു കടന്ന് ഈ ചാരുബെഞ്ചിൽ കൊണ്ടുവന്ന് എന്നെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അവൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ എത്ര ഭാഗ്യവാൻ. കുഞ്ഞുനാളിലെ അവനെ കൈപിടിച്ച് നടത്തിയവനാണ് ഞാൻ. ഇന്ന് അവൻ എന്നെ കൈപിടിച്ച് നടത്തുന്നു. സന്തോഷം അയാൾക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മനസ്സാണ് സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും നിർവചിക്കുന്നത്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. പീഡാനുഭവ കാര്യം പറയുമ്പോൾ ശിഷ്യന്മാർ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉദ്ധാനം എന്ന കാര്യം യേശു പറഞ്ഞത് അവർ ശ്രദ്ധിച്ചില്ല. ഉദ്ധാനത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ സങ്കടത്തിൽ അവർ പെട്ടുപോകില്ലായിരുന്നു. പരിശുദ്ധ മറിയം കുരിശോളം എത്തുന്നുണ്ട്, അവൾ കരയുന്നില്ല. പലപ്പോഴും വ്യാകുല മാതാവ് എന്നൊക്കെയാണ് നമ്മൾ അവളെ വിളിക്കുക. അതിന് കാരണം എന്താണ്? നമുക്കും കരയണം. മാതാവ് കരഞ്ഞാലേ നമുക്ക് കരയാൻ പറ്റൂ. അവളുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് വലിയ സങ്കടമാണ്. മകനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമ്മയുടെ സങ്കടം നമുക്ക് മനസ്സിലാവുമെന്നാണ് നമ്മുടെ ഭാവം. മറിയത്തെ സംബന്ധിച്ച് മകൻ നഷ്ടപ്പെടുന്നില്ല. അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവൻ ഉദ്ധിതനാവും. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ഒരുവനാണ് ഈ പീഡകൾ സഹിക്കുന്നതെന്നും ഈ പീഡകളൊക്കെ അവനെ മഹത്വത്തിലേക്ക് ഉയർത്തുമെന്നും അങ്ങനെ മഹത്വീകരിക്കപ്പെട്ട ദൈവത്തിന്റെ അമ്മയാണ് താനെന്നും ഹൃദയത്തിൽ ഉറപ്പുള്ളത് കൊണ്ട് മറിയം ചഞ്ചലപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മകന്റെ മൃതശരീരം മടിയിലേന്തിയിരിക്കാനായിട്ട് അവൾക്ക് കഴിയുന്നത്. ഏതമ്മയ്ക്കാണത് കഴിയുക? സങ്കടം യഥാർത്ഥത്തിൽ ഹൃദയഭാവമാണ് തിരിച്ചറിയണം. ആ സങ്കടം ഉണ്ടാകുന്നതിന്റെ മൂല കാരണം ക്രിസ്തു അകമയുണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പരാതിയും പരിഭവമുള്ളവരായി സങ്കടങ്ങളുള്ളവരായി നമ്മൾ മാറുന്നത്. നാം അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങളൊക്കെ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ഒരു സന്തോഷത്തിലേക്കാണെന്നും യഥാർത്ഥ സന്തോഷത്തിലേക്കാണെന്നും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നാം ഈ സങ്കടത്തിൽപ്പെട്ട് ഉഴലുകയില്ലായിരുന്നു. ശിരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പലപ്പോഴും ജീവിതത്തിൽ നാം നേരിട്ട കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ പിന്നീട് സൗഭാഗ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവങ്ങളായി മാറിയിട്ടുള്ളത് നമുക്ക് കണ്ടെത്താനാവും. നാം അത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. പരീക്ഷകളെ ഭയന്നിരുന്ന നമ്മൾ പരീക്ഷകളിൽ ഉത്തരം എഴുതാതിരുന്നെങ്കിൽ, പരീക്ഷകളെ ഭയം ഒളിച്ചോടിയിരുന്നെങ്കിൽ വിജയത്തിലെത്താൻ നമുക്ക് കഴിയില്ലായിരുന്നു. ആദ്യം വീണപ്പോഴേ നടക്കാതിരുന്നെങ്കിൽ ജീവിതത്തിലേ നമ്മൾ നടക്കില്ലായിരുന്നു. പലവട്ടം വീണിട്ടാണ് എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തി നാം കൈവരിച്ചത്.
ഓരോ വീഴ്ചകളും എഴുന്നേൽക്കാനുള്ള പ്രേരണകളും ശക്തിയുമാണ് നമുക്ക് പ്രദാനം ചെയ്തത്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് ഒരു തകർച്ചയും അവസാന വാക്കെല്ലാം തിരിച്ചറിയണം. ഹൃദയത്തിൽ ഒരുവൻ വിജയശ്രീലാളിതനായ ഒരുവൻ പരാജയത്തിലൂടെ നേടിയ മഹത്വത്തിന്റെ കിരീടത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. നിങ്ങൾ വിശുദ്ധാത്മാക്കളെയൊക്കെ പരിശോധിച്ച് നോക്ക്. വിജയികളായിട്ട് ആരുണ്ട്? ലോകത്തിന്റെ മൂല്യമനുസരിച്ച് വിഡ്ഢികളും അറിവില്ലാത്തവരും കുറവുള്ളവരുമായിട്ട് വിശുദ്ധരെ കാണാൻ പറ്റൂ. അതുകൊണ്ട് മക്കളോടൊക്കെ നമ്മൾ പറയുമോ, നിങ്ങൾ മിസ്റ്റർ മാർട്ടിനെ പോലെ ആകണം? ആരെങ്കിലും പറയുമോ? ഒരു നീഗ്രോയായി ജനിച്ച് ജീവിതം മുഴുവനും കഷ്ടപ്പാടുകളിലൂടെ അവഗണിക്കപ്പെട്ട് അടിമയാണെന്ന ഭാവത്തിൽ ജീവിച്ചു പോകുന്ന ഒരുവൻ, സ്വന്തം അപ്പൻ ഉപേക്ഷിച്ചു പോകാൻ പോലും കാരണമായത് തന്റെ കറുപ്പാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ബാലന്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൊമിനിക്കൻ സഭയിൽ ഒരു ഡീക്കനായി മാറുമ്പോഴും അവിടെയൊക്കെ തുണ സഹോദരനായും അടിമവേല ചെയ്തും കഴിയുന്ന ഒരുവൻ ജീവിതത്തിൽ മുഴുവനും ആനന്ദം അനുഭവിക്കുന്നത് ആ കറുപ്പിനകത്ത് പ്രകാശിക്കുന്ന ഒരു വെളിച്ചത്തെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ലോക മനസാക്ഷിയുടെ മുമ്പിൽ അത്ഭുതകരങ്ങളായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് വിശുദ്ധ മാർട്ടിന് കഴിയുന്നുണ്ട്. 29,000 പേർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഒരുവൻ. ലീമ പട്ടണത്തിലൂടെ മാർട്ടിന്റെ വരവ് നോക്കി കാത്തിരുന്ന അനേകം ആളുകളുണ്ട്. കറുത്തവർഗക്കാർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു നാളിൽ അവൻ നടന്നു പോകുന്ന വഴിയിൽ അവനെ കാത്തു നിൽക്കുന്നവർ, അവന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവർ, അവൻ കൊടുക്കുന്ന പൊടിമരുന്നും വെള്ളവും ഒക്കെ കുടിച്ച് സൗഖ്യം പ്രാപിക്കുന്നവർ, എന്തിനേറെ അവനെ കാത്ത് അവന്റെ ആശ്രമത്തിലെ എലിയും പട്ടിയും പൂച്ചയും ഒരേ സമയം കാത്തു നിൽക്കുന്നുണ്ട്. ഒരേ ഭക്ഷണപാത്രത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ ദൂതനായിട്ട് മാറാനായിട്ട് അവന്റെ ഹൃദയത്തിനകത്ത് സന്തോഷമാണ് പ്രേരകമാകുന്നത്. ആശ്രമാധിപൻ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ ആശ്രമത്തിലെ ഛായാചിത്രങ്ങൾ കൊണ്ട് വിൽക്കാനായിട്ട് രാത്രിയിൽ ഇരുട്ടിന്റെ മറ പറ്റി പോകുമ്പോൾ അവൻ ചെന്ന് കൈ പിടിച്ച് പറയുന്നുണ്ട്, പകരം എന്നെ വിൽക്കുക, ഞാൻ എൻ്റെ അടിമയാണല്ലോ, വിൽക്കാൻ കൊള്ളാവുന്ന വസ്തുവാണല്ലോ, എന്നെ വിൽക്കുക, ആശ്രമത്തിലെ ചുവർചിത്രങ്ങൾ വിൽക്കരുത്. ജീവിതത്തിൽ താൻ എവിടെയും അടിമയായി പോകുന്നില്ലെന്നും താൻ യഥാർത്ഥ അടിമയായിരിക്കുന്ന ക്രിസ്തുവിനാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ വിശുദ്ധാത്മാവിന് ലൗകികമായ ഈ അടിച്ചമർത്തലോ വേദനയോ ആപൽക്കരമായ ഒന്നായി തോന്നാത്തത്. ജീവിതത്തിന് മുഴുവനും കർത്താവിന്റെ സാമീപ്യം തിരിച്ചറിയാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റും. പണം കൊടുത്ത് പുരോഹിതനാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, അടിമയിൽ നിന്ന് മോചനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് മാർട്ടിൻ പറയുക. അവനെ സംബന്ധിച്ച് അവൻ നേടാനുള്ള പരമമായ നേട്ടം അവന്റെ ഹൃദയത്തിന്റെ ആനന്ദമാണ്, അകമേ വസിക്കുന്ന ക്രിസ്തുവാണ്. ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു വന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിക്കണം. അവർ ആനന്ദാനുഭൂതിയിലാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. വിശു കൊച്ചുദേശിയ ബാല്യത്തിലെ അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി 10 വയസ്സായപ്പോൾ മുതൽ കർത്താവിനോടുള്ള ആഭിമുഖ്യമേറി ക്രിസ്തുവിലായിത്തീരണമെന്ന ആഗ്രഹത്തോടെ അമ്മ ത്രേസ്യയുടെ മിണ്ടാമടത്തിൽ ചേരാൻ ആഗ്രഹിച്ചവൾ, പ്രായപൂർത്തിയായിട്ട് മാത്രം ചേരാൻ കഴിയുന്ന മിണ്ടാമടത്തിൽ പോപ്പിന്റെ പ്രത്യേക അനുവാദം മേടിച്ച് ചേരുന്നവൾ, ആകെ 9 വർഷക്കാലമാണ് ആ മഠത്തിനകത്ത് അവൾക്ക് സന്യാസത്തിൽ ജീവിക്കാൻ കഴിയുക. അതിനിടയ്ക്ക് അവൾ വീട്ടിൽ നിന്ന് പോന്നതിന് ശേഷം അവളുടെ പ്രിയപ്പെട്ട പിതാവ്, അവൾ രാജാവേ എന്ന് വിളിച്ചിരുന്ന സ്വന്തം അപ്പൻ, മാനസിക രോഗിയാവുന്നു. അങ്ങനെ കടുത്ത വേദനകളും പരീക്ഷകളും ഒടുവിൽ അവൾക്കുണ്ടാകുന്ന മാരകമായ ക്ഷയവും. ഇത്രയും വേദനകളിലൂടെ കടന്നു വന്ന അവൾ ക്രിസ്തുവിനെ ഒരു കളിക്കൂട്ടുകാരനായി കാണുകയും അവനോടൊത്ത് സ്നേഹം പങ്കുവെക്കുകയും ജീവിതം ആനന്ദകരമാക്കുകയും ചെയ്യുന്നു. രക്തം ശബ്ദിക്കുമ്പോൾ പോലും അവൾ അനുഭവിക്കുന്നത് ആനന്ദപാരവശ്യമാണ്. നമുക്കാണെങ്കിൽ ഒന്ന് ചുമച്ച് ചോര തുപ്പിയാൽ ബോധക്ഷയം ഉണ്ടാവും. നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ ബോധക്ഷയമാണ് ഉണ്ടാകുന്നത്, അവൾക്കുണ്ടാകുന്നത് ആനന്ദമാണ്. കാരണം അവൾ അകമയുള്ള ഒരാളെ തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം സഹിക്കാനുള്ള അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബോധ്യം ഉണ്ടായാൽ നിശ്ചയമായിട്ടും ആ സഹനാവസരങ്ങളിലൊക്കെ നാം അനുഭവിക്കുന്ന ക്രിസ്തുവിനെയായിട്ട് മാറും. സഹനങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖം തെളിയുമ്പോൾ സ്വന്തം ജീവിതത്തിനകത്ത് അവനുണ്ട് എന്ന ബോധ്യം കൊണ്ട് ആനന്ദമുള്ളിൽ ഉറവയെടുക്കും. അതുകൊണ്ടാണ് കഷ്ടത സഹനശീലം ആത്മധൈര്യം. ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. നിത്യമായ യോഗ്യതയിലേക്കാണ് നാം വരുന്നത്. പരമമായ ലക്ഷ്യത്തിലേക്കാണ്, പരിപൂർണതയിലേക്കാണ് നാം പ്രവേശിക്കുന്നത് തിരിച്ചറിയണം. വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത് ഈ പരീക്ഷകളുടെ അന്തിമ വിജയം പൂർണ്ണതയിലേക്ക്, എല്ലാം തികഞ്ഞവരെന്ന അവസ്ഥയിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ആനയിക്കുക. ശിരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അകമേ വസിക്കുന്ന ഒരുവനെ കുറിച്ചുള്ള ബോധ്യമാണ്.
ഇപ്പൊ നമ്മൾ സാധാരണ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനൊരു സന്തോഷം ഉണ്ടായാൽ എന്തു ഗുണം? പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ, കടബാധ്യത അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ, രോഗം അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ, സഹനങ്ങൾ അപ്പോഴും മാറിയിട്ടില്ലല്ലോ. സഹനങ്ങളെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്തോറും സഹനങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കടന്നു വരും. ഏറ്റവും എളുപ്പത്തിൽ ചെറിയൊരു കാര്യം പറയാം. ഒരമ്മ കുട്ടിക്ക് കഷായം കൊടുക്കുകയാണ്. കുട്ടിക്ക് രോഗാവസ്ഥയുണ്ട്. അമ്മ കുട്ടിക്ക് ഒരു ടേബിൾ സ്പൂണിൽ കഷായം എടുത്ത് കുട്ടിയെ കാലിൽ കിടത്തി വായ പൊളിച്ച് കുഴിച്ചു കൊടുത്തു. കുട്ടികൾ സാധാരണ ചെയ്യുന്നൊരു സൂത്രമുണ്ട്, കളകളാന്ന് കാണിച്ചത് പുറത്തേക്ക് തുപ്പിക്കളയും. അതൊട്ടും അകത്തേക്ക് എടുക്കില്ല. കുട്ടിയുടെ കരച്ചിലിനിടയ്ക്ക് ഇത് മുഴുവൻ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോയാൽ ആ അമ്മ എന്താണ് ചെയ്യുക? വീണ്ടും അമ്മ കഷായം എടുക്കും. ആദ്യം ഒരു സമയം ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ കഷായം അകത്തേക്ക് ഇറക്കിയിരുന്നെങ്കിൽ ഒരു കയ്പ് കൊണ്ട് പ്രശ്നം തീർന്നേനെ. പക്ഷേ ഈ അമ്മ വീണ്ടും കഷായം എടുക്കും. എന്നിട്ട് വീണ്ടും അത് വായിലേക്ക് വെക്കും. ഒരു വിരൽ അകത്തേക്ക് ഇടും. എന്നിട്ട് വായ തുറന്നു പിടിക്കും. എന്നിട്ട് അനക്കാതെ പിടിച്ച് നിർബന്ധ ബുദ്ധിയോടെ ഈ കഷായം അകത്തെത്തിക്കും. അമ്മയ്ക്കറിയാം ഈ കുട്ടി കഷായം കുടിച്ചാല് സൗഖ്യം പ്രാപിക്കുമെന്ന്. അതുകൊണ്ട് അമ്മ നിശ്ചയമായിട്ടും ഈ കുട്ടിയെ നിർബന്ധിച്ച കഷായം കുടിപ്പിക്കും. ഈ കയ്പാവട്ടെ കുറെ നേരം നിൽക്കുകയും ചെയ്യും. കാരണം ഒരു പ്രാവശ്യം അത് കുടിച്ച് തുപ്പിയപ്പോ ബാക്കി മുഴുവൻ കയ്പായതാണ്. കയ്പും രുചിയുമൊക്കെ ഈ നാവിന്റെ തുമ്പിൽ നിന്ന് തൊണ്ട വരെ ഉള്ളൂ. അതിനുശേഷം അതില്ല. ആ തൊണ്ട വരെ എത്തുന്ന ഒരു അവസരത്തിൽ, ജീവിതത്തിലെ ചെറിയൊരു കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന ഈ ക്ലേശത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ നാം മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മെ സൗഖ്യപ്പെടുത്തിയേനെ. രോഗങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് സൗഖ്യം നൽകുക? രോഗങ്ങൾ തരുന്ന സൗഖ്യം ചെറുതല്ല. രോഗങ്ങൾ ഉൾവെളിച്ചം തരുന്നൊരു സമയമാണ്. കാരണം ശരീരമാണല്ലോ നമുക്ക് പരമപ്രധാനം. നമ്മുടെ അനുഭവതലം മുഴുവൻ ശരീരത്തിലാണ്. നാം രോഗിയാകുമ്പോണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാമോ? നാം രോഗിയാകുമ്പോൾ ശരീരം നമ്മെ കൈവിടും. ശരീരം കൈവിടുമ്പോൾ നാം പ്രാണവേദന അനുഭവിക്കും. കാരണം ഈ ശരീരം നശിക്കുകയാണ്. ശരീരം നശിക്കുകയാണെന്ന ഓർമ്മ ഒരു പ്രാണവേദനയാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ശരീരം നഷ്ടപ്പെടുമെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് നശ്വരതയെ നാം മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ക്ഷണികതയെ നാം തിരിച്ചറിയുക. അതിനും വലിയൊരു പാഠം ലഭിക്കാനില്ല. രോഗക്കിടക്കുള്ളവർ ഓർക്കണം, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളൊരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ക്ഷണികമാണ് ജീവിതം, നശ്വരമാണ് ശരീരം. നശ്വരമാണ് ശരീരമെന്നും ക്ഷണികമാണ് ജീവിതമെന്നും തിരിച്ചറിയുന്ന അറിവിനേക്കാൾ വലിയൊരു അറിവ് നേടാനില്ല. ആ അറിവ് നേടാൻ ഒരു രോഗാവസ്ഥയിൽ നിങ്ങൾക്കാവും. ഈ ലോകത്ത് ആര് പ്രബന്ധങ്ങളിലൂടെ നേടിയ അറിവുകളെക്കാളും മഹത്തായ ഒരു ജ്ഞാനമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഹനത്തെ നിങ്ങൾക്കറിയാം. അവൻ കുരിശിൽ കിടന്നപ്പോൾ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൈകാലിൽ വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ കാലിലും കൈകളിലും കാരിനും പാണികൾ തറച്ചു കയറിയ ഒരുവന്റെ വേദനയെക്കുറിച്ച് അപ്പം ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക, അവന്റെ വേദനയിൽ പങ്കുചേരുന്ന ഈ അനുഭവം സൗഖ്യമുള്ളതായിട്ട് മാറും. ഹൃദയം സൗഖ്യപ്പെടുമ്പോൾ ശരീരം അതിന് കീഴ്വഴങ്ങും. അതുകൊണ്ട് സാധാരണ പറയാറുണ്ടല്ലോ, രോഗികൾ ആദ്യം പ്രാപിക്കേണ്ടത് മനോബലമാണ്. മനോബലം എന്ന് വെച്ചാൽ ഞാനിതിനെ അതിജീവിക്കുമെന്ന ബോധ്യമാണ്. എനിക്ക് മരണമില്ലെന്ന സത്യത്തെ തിരിച്ചറിയലാണ്. ശരീരം നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്ന ഒരുവൻ അകമയുണ്ടെന്നും അവനിൽ ഞാൻ നിത്യതയിലാണെന്നും ഹൃദയം തിരിച്ചറിയുമ്പോൾ അകമേ വസിക്കുന്ന ഒരാളെ കൂടി നാം തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തു അകമേ എന്ന ബോധം, ആ ബോധം സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് ഹൃദയത്തെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരുവൻ ഉണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്നവയാണ് ജീവിതത്തിലെ ദുരന്താനുഭവങ്ങൾ. സാമ്പത്തികമായി തകർന്ന് വേദന അനുഭവിക്കുന്ന ഒരാളോട് വേദാന്തം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അയാൾ അനുഭവിക്കുന്നത് ഒരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്. പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ വേദന, അവന്റെ വിശപ്പ്, അവനെ കാർന്നു തിന്നുന്ന അനുഭവം മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്നെങ്കിലും നിങ്ങൾ വിശന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും വിശപ്പ് എന്താണെന്ന് നിങ്ങൾ അറിയും. വിശപ്പ് എവിടെയാണ് നിങ്ങൾ എത്തിക്കുക എന്നറിയും. അതുകൊണ്ട് വിശക്കുന്നവനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അന്നമില്ലാതെ വലയുന്നവരൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. വിശക്കുന്നവന്റെ ഹൃദയം അറിയാൻ പറ്റും. അങ്ങനെ വിശക്കുന്നവനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പരമമായ ഒരു ജ്ഞാനത്തിലേക്കാണ് നിങ്ങൾ ഉയർന്നത്. കഷ്ടതകളും വേദനകളും ഒക്കെ നാം തിരിച്ചറിയുന്നത് ഇല്ലായ്മകൾക്കകത്താണ്. കിടപ്പാടം ഇല്ലാതായപ്പോഴാണ്, വഴിയിൽ കിടക്കേണ്ടി വന്നപ്പോഴാണ് കിടക്കാനിടമില്ലാതെ വലഞ്ഞ ക്രിസ്തുവിനെ എനിക്ക് ബോധ്യമായത്. വഴി കിടക്കുമ്പോഴറിയാം ക്രിസ്തു ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതിനെ കുറിച്ച്. കിടക്കാനിടമില്ലാതെ പോയൊരുവനെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. അപ്പോ നമ്മുടെ ജീവിതം ആനന്ദപൂർണമായിട്ട് മാറും. ക്രിസ്തു അകമേ വസിക്കുന്നു എന്ന ബോധ്യം. ഒരിക്കലും ധ്യാനാവസരത്തിൽ ഭവന സന്ദർശനത്തിനായിട്ട് പോയി.
ഒരു വീട്ടിൽ ഒരു സഹോദരൻ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയെന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതിയാണ് അവിടെ പോയത്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് കർത്താവിന്റെ സന്നിധിയിലാണ്. കണ്ണീരോടുകൂടിയാണ്, ഭർത്താവ് മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ, കണ്ണീരോടുകൂടിയാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് കർത്താവിന്റെ സന്നിധിയിലാണ്, അത് ഓർക്കണം, നശിച്ചു പോകുന്നില്ല. അത് പറഞ്ഞപ്പോ ഈ സഹോദരി എന്നോട് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞത് വേറൊരു കാര്യമാണ്. വർഷങ്ങളായി ദേവാലയത്തിൽ പോകാതിരുന്നയാളാണ്. ധ്യാനാവസരത്തിൽ ധ്യാനം കൂടാൻ വന്നു, ധ്യാനം കൂടി, കുമ്പസാരിച്ചു. ഇന്നലെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് വന്നു കിടന്നുറങ്ങിയതാണ്. എന്റെ കർത്താവ് അവസാന സമയത്ത് വർഷങ്ങളായി ദേവാലയത്തിൽ പോകാതിരുന്ന എന്റെ ഭർത്താവിനെ, എന്റെ പങ്കാളിയെ ദൈവസന്നിധിയിൽ എത്തിച്ചു. എനിക്ക് സമാധാനമുണ്ട്. എന്റെ ഭർത്താവ് ദൈവസന്നിധിയിലാണ്, ക്രിസ്തുവിലാണ് പരമാശ്രയം എന്ന് വരുമ്പോൾ മാത്രമേ ലൗകിക ക്ലേശങ്ങളെ നമുക്ക് സന്തോഷത്തിന്റെ കാരണമാക്കി കാണാൻ പറ്റൂ. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലും ഒന്ന് കയറണേ എന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് ബുദ്ധി കുറവാണെന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത്. ലോകത്തിന്റെ ക്രമം അനുസരിച്ചുള്ള ബുദ്ധിയും ദൈവത്തിന്റെ ബുദ്ധിയും രണ്ടാണ്. അപ്പൊ ആ കുട്ടി വിളിച്ചപ്പോ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. വീടെന്ന് പറയാനൊന്നുമില്ല, 2 ഓല കുത്തിച്ചാരിയ ഒരു വീട്, 2 ഓലകൾ കുത്തിച്ചാരി വെച്ചിരിക്കുന്നു. ആലപ്പുഴയിലാണ്, തീരദേശത്താണ് 2 ഓലകൾ കുത്തിച്ചാരിയ ഒരു വീട്. അതിനകത്ത് തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്, അതിന്റെ താഴത്തിന് അടപ്പുകല്ലും ഉണ്ട്. ഒരു സൈഡിൽ രോഗിയായി ഭർത്താവ് കിടപ്പുണ്ട്. ഒരു 10-12 അടി ചുറ്റളവേ ആകെ വീടിനകത്തുള്ളൂ, നിന്നു തിരിയാൻ ഇടയില്ല. എല്ലായിടത്തും ഒരേ ഉയരമല്ല. കയറി ചെന്നപ്പോ ഈ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്കൊരു വീടില്ല. ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭൂമിയിൽ കാലുകുത്താൻ ഇടമില്ലാത്തവനാണ് ഞാൻ. എന്റെ ഇല്ലായ്മയുടെ യോഗ്യത വെച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിനക്ക് ഭവനമുണ്ടാകട്ടെ. നമുക്ക് പകരം വെക്കാനുള്ള നമ്മുടെ ഇല്ലായ്മകൾ മാത്രമാണ്, നമ്മുടെ കഷ്ടപ്പാടുകൾ മാത്രമാണ്. ഒരുവന്റെ വേദനയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം ഈ വേദനയ്ക്കകത്ത് നിന്ന് കൊടുക്കാവുന്ന ആശ്വാസമാണ്. ഇല്ലായ്മകളും വേദനകളും പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖമൊക്കെ അനുഭവിക്കുമ്പോൾ അതൊക്കെ മൂല്യമുള്ളതായിട്ട് കാണണം, അതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാണെന്ന് കാണണം. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ അവരനിൽ നമുക്ക് ആശ്വാസം പകരാൻ പറ്റും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു താൽക്കാലിക വസതിയിലാണ്. ഭൗമികമായ പാർപ്പിടം എത്ര നാളത്തേക്കാണ്? നിത്യമായ ഒന്നിനെ കരുതിയാണ് ജീവിക്കുന്നതെങ്കിൽ ലൗകിക ക്ലേശങ്ങൾ ഒരു പാഠപുസ്തകം പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ണും കേട്ടും കൊണ്ടുമറിഞ്ഞ് നാം പോകുന്നത് യഥാർത്ഥ ജ്ഞാനത്തിലേക്കാണ് എന്നൊരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതുകൊണ്ട് സന്തോഷം എന്നത് കേവല സന്തോഷമാകാതെ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് എത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ഇനി ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്, ഇങ്ങനെ സന്തോഷിച്ചാൽ എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുമോ? നിശ്ചയമായും ഉണ്ടാവും, നിശ്ചയമായും ഉണ്ടാവും. നിങ്ങൾ നിരാശരാണെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിലും പാസ്സാകാൻ പോകുന്നില്ല. നിരാശയോടെ ജോലി കിട്ടുന്നില്ല, എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷയില്ല എന്ന് കരുതി നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിനെ സമീപിച്ചാൽ ആ ഇന്റർവ്യൂ ബോർഡ് നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നത് ഈ സങ്കടമാണ്. ആ സങ്കടം വായിച്ചെടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ആർക്കും സങ്കടപ്പെടുന്നവന് വേണ്ട. എല്ലാവർക്കും വേണ്ടത് സന്തോഷമുള്ള മനുഷ്യരെയാണ്, ചിരിക്കുന്ന മുഖത്തെയാണ്. സന്തോഷമില്ലാത്ത ഒരാളെ ആരും കൂട്ടത്തിൽ ചേർക്കാൻ പോലും താല്പര്യപ്പെടില്ല. നിരന്തരം സങ്കടം പറയുന്നൊരു സുഹൃത്തിനെ ആർക്ക് വേണം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും തമാശ പറയുന്ന കുറെ കൂട്ടുകാർ നമുക്കുണ്ട്, എന്തിനും തമാശ കാണുന്നവർ. അവരെ അടുത്തിരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, കാരണം അവർ കരയുന്നില്ല. ഒട്ടേറെ കരഞ്ഞ മനുഷ്യരെയാണ് അപ്രകാരമൊക്കെ ചിരിപ്പിച്ചിട്ടുള്ളത്. ചാർലി ചാപ്ലിനെയൊക്കെ ഓർത്തു നോക്ക്. ജീവിതം മുഴുവൻ കഷ്ടതയും ദാരിദ്ര്യവും ഞെരുക്കവും ഒക്കെ അനുഭവിച്ചൊരു മനുഷ്യൻ ആ സങ്കടങ്ങൾക്കകത്തൊക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള വക കണ്ടെത്താൻ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് ലോകത്തിന് മുൻപിൽ അദ്ദേഹം കോമാളിയായിട്ട് അനുഭവപ്പെടുമ്പോഴും അനേകരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ചാപ്ലിന് കഴിഞ്ഞു. സങ്കടത്തിൽ നിന്നാണ് ചാപ്ലിന്റെ സന്തോഷം. ഇപ്പൊ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെ നാം ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞാൽ, അകമേ ക്രിസ്തു എന്ന ബോധ്യം ഉണ്ടായാൽ, അവനിൽ ഞാൻ വിജയിയാകുമെന്ന ഉറപ്പുണ്ടായാൽ, മരണത്തെ ജയിച്ച ഒരുവൻ കൂട്ടുണ്ടെന്ന ബോധ്യം ഉണ്ടായാൽ, നിശ്ചയമായിട്ടും ഈ സങ്കടങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റും. സങ്കടം എത്ര പെരുങ്കടലായാലും ഒരു ചെറു തോണി മതി മുറിച്ച് കിടക്കാൻ. ആ തോണിയിൽ കർത്താവുണ്ടെന്ന ബോധ്യം ഉണ്ടായാൽ, ആ തോണി നയിക്കുന്നത് കർത്താവാണെന്ന ബോധ്യം ഉണ്ടായാൽ, ആ ബോധ്യം ഇല്ലാതെ പോകുമ്പോഴാണ് ഈ കടൽ ഭീതിജനകമായ ഒന്നായിട്ട് മാറുക. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ അറിവ് കുറവാണ് സങ്കടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. ആ അറിവ് നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ
ജീവിതമാകുന്ന നൗകയെ നയിക്കുന്നത് ക്രിസ്തുവാണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് കാര്യകാരണങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുമ്പോൾ അതെങ്ങനെ നേടണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബോധമാണ്. എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് ഉറപ്പ് ഹൃദയത്തിനുണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആത്മധൈര്യമാണ്. നമ്മുടെ കയ്യിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായി ഒരു വസ്തുവല്ല ഉള്ളതെന്നും സ്വന്തം കോൺഫിഡൻസ് ആണെന്ന് ഓർക്കണം. എന്റെ ഉറപ്പാണ്, ഈ ഉറപ്പാണ് എനിക്ക് വിപണനത്തിൽ പോലും കഴിയുക. അതുകൊണ്ട് കടബാധ്യതകളും വേദനകളും ഉണ്ടാകുമ്പോൾ ഒളിച്ചോടാനും ഹൃദയം തകരാനും ഇടയാവുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഒരു കാര്യം ഉറയ്ക്കണം: ക്രിസ്തുവിൽ എനിക്കിതിനെ മറികടക്കാൻ കഴിയും, യേശുവിൽ എനിക്കിതിനെ മറികടക്കാൻ കഴിയും. ഒരു പ്രശ്നം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം യേശു ക്രിസ്തുവാണ് എന്നതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ക്രിസ്തുവാണെന്ന് ഹൃദയത്തിൽ ഓർക്കണം. നിങ്ങളുടെ അധ്വാനവും ശ്രമവും ഒന്നും ഉപേക്ഷിക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ചിലർ അങ്ങനെയാണ്, ഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കൊക്കെ വരുമ്പോൾ ശ്രമങ്ങളെ കൈവിടും. ശ്രമങ്ങളിൽ ഉറച്ചു നിൽക്കണം. എത്രത്തോളം പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോഴും ഉറച്ചു നിൽക്കണം. കാരണം വിജയം നൽകുന്നവനകമേ ഉണ്ട്. അവനൊരു പ്രത്യാശ വെച്ചുകൊണ്ട് എന്റെ കുറവുകളെ പരിഹരിക്കുന്ന ഒരുവൻ എന്റെ കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ നിങ്ങൾ ശ്രമങ്ങൾ തുടരുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കത് നേടാൻ കഴിയും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയൂ. മനസ്സ് തകർന്നവന്റെ തോള് ഇടിയും. മനസ്സ് തകർന്നവന്റെ തോളിടിയും. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. തോളിടിയും ശിരസ് താഴും. ശിരസ് താഴ്ന്നും തോളിടിഞ്ഞും നടക്കുന്ന ഒരുവന് ഒന്നും നേടാൻ സാധ്യമല്ല. ചുമലെടുക്കാൻ ശക്തി ഉണ്ടാകുന്നത് ചുമലിൽ നിവർന്നു നിൽക്കുമ്പോഴാണ്. ചുമലുയർന്നവന് മാത്രമേ ഭാരം വഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് കർത്താവായ യേശു എന്റെ ഭാരങ്ങൾ വഹിക്കാൻ കെൽപ്പുള്ളവനാണെന്നും അവൻ എന്നിൽ ജീവിക്കുന്നുവെന്നും അതുകൊണ്ട് ലോകത്തിന് എന്റെ മേൽ അധികാരമില്ലെന്നും ലോകത്തിന്റെ ആധിപത്യങ്ങളെ ജയിക്കാൻ എനിക്ക് കഴിയുമെന്നും പരാജയങ്ങൾക്കകത്ത് വിജയത്തിന്റെ കൊടി നാട്ടാൻ എനിക്ക് സാധിക്കുമെന്നും ഹൃദയം ഉറപ്പിച്ചാൽ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, ഇന്ന് നിങ്ങൾ എത്രത്തോളം തകർന്നവനാണെങ്കിലും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അതിന് പ്രത്യേകമായ ഒരു സൂത്രവാക്യവും വേണ്ട, അതിന് പ്രത്യേകമായ ഒരു ട്രിക്ക് ഉപയോഗിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉറപ്പോടെ കർത്താവിൽ നിങ്ങൾ അധ്വാനിക്കുമെങ്കിൽ നിങ്ങളുടെ അധ്വാനം ഫലമണിയും. കാരണം നിങ്ങളെ നയിക്കുന്നതും നിങ്ങളെ ഉയർത്തി നിർത്തുന്നതും കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അവസരങ്ങൾ മാത്രമായിരുന്നു, നിങ്ങളെ നിത്യമായി തകർക്കാനുള്ളവയല്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ, ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിലാണെന്ന ബോധ്യത്തോടെ, വിശ്വാസത്തിന്റെ ഉറപ്പോടെ എന്റെ ശ്രമങ്ങൾ എനിക്ക് നല്ല കഴിവും പ്രയോഗശേഷിയും അവസരങ്ങളും കൃത്യമായി ഉപയോഗിക്കുമെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകുന്ന ഒരുവനും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ഇനി വേറൊരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, ഭൗതിക നേട്ടങ്ങളാവരുത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യങ്ങൾ. എന്തുകൊണ്ടാണ് സങ്കടങ്ങൾ? ഈ ഭൗതിക നേട്ടങ്ങൾ താൽക്കാലികമായവ ആത്യന്തിക ലക്ഷ്യമായി പോകുമ്പോഴാണ്. ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിനുള്ള ഉദ്ധാനമാണെന്നും അവനുള്ള ജീവിതമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഭൗതിക പ്രശ്നങ്ങളെ നമുക്ക് രണ്ടാമത്തെ തട്ടിലേക്ക് താഴ്ത്താൻ പറ്റും. ഭൗതിക പ്രശ്നങ്ങൾ നിശ്ചയമായിട്ടും നാം നേരിടേണ്ടതാണ്, അവയ്ക്ക് പരിഹാരം കണ്ടെത്തേണ്ടതാണ്, അവരുടെ മേൽ വിജയം ഭരിക്കേണ്ടതാണ്. പക്ഷേ ആ വിജയം ഭരിക്കണമെങ്കിൽ ശരീരത്തിന് സ്വസിദ്ധമായത് സാധ്യമല്ല, നിങ്ങളുടെ മനസ്സിനത് സാധ്യമല്ല, നിങ്ങളുടെ ആത്മാവിനത് സാധ്യമാണ്. നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനത് സാധ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ജീവിതത്തിന്റെ അവസാന വാക്കായി കാണാതെ സന്തോഷം ഹൃദയത്തിലുണ്ടാകണം. ക്രിസ്തു എന്നോടുകൂടെ, അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, അവൻ എനിക്ക് വേണ്ടി പീഡയേറ്റവൻ, അവൻ എനിക്ക് സൗഖ്യം നൽകുന്നവൻ, എന്നെ ഉദ്ധിതനാക്കുന്നവൻ ക്രിസ്തുവാണ്. അവനിലുള്ള സന്തോഷമാണ് നിത്യമായ ആനന്ദം. ആ സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് റോമർ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം പറയും, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. നമുക്ക് സന്തോഷിക്കാനുള്ള വക അകമേ വസിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള സന്തോഷം നമ്മെ നയിക്കുന്നത് നിത്യതയിലേക്കാണെന്ന് ഓർക്കണം. ആ നിത്യത നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്നും നാം ഇന്ന് കാണുന്ന നശ്വര പ്രകൃതി ക്ഷണികമാണെന്നും തിരിച്ചറിയുമ്പോൾ ജീവിതാനുഭവങ്ങളൊക്കെ സന്തോഷകാരണങ്ങളായിട്ട് മാറും. ജീവിതത്തിലെ കഷ്ടതകളെ ക്രിസ്തുവിനോടുകൂടെ സഹിക്കാൻ കിട്ടിയ അവസരങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്ന് നേരിടുന്ന ഏത് ഭൗതിക പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. അത് അത്ഭുതകരമായി സംഭവിക്കുന്ന സൗഖ്യങ്ങളാണെന്നോ അത്ഭുതകരമായ നേട്ടങ്ങളാണെന്നോ കരുതേണ്ട. നിങ്ങളുടെ ജീവിതത്തിനകത്തു തന്നെ അതിനുള്ള സാധ്യതകളും കർത്താവ് വെച്ചിട്ടുണ്ട്. ആ സാധ്യതകളെ സാധ്യമാക്കുന്ന ഒരുവൻ നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെന്ന ബോധ്യം നിങ്ങളെ നയിക്കുമെങ്കിൽ, മരണം ഉദ്ധാനത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ
നിശ്ചയമായും സന്തോഷിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് സന്തോഷമായിരിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരാകുക. സന്തോഷം കൊടുക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. സ്വന്തമായി സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. സന്തോഷം അനുഭവിക്കേണ്ടത് മറ്റുള്ളവർക്ക് അത് കൊടുത്തുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരായി മാറുമ്പോൾ, മറ്റുള്ളവരുടെ മുഖത്ത് ചിരിവിടരാൻ കാരണക്കാരായിട്ട് നമ്മൾ മാറുമ്പോൾ നിശ്ചയമായിട്ടും സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നാം വരും. ക്രിസ്തു സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ സങ്കടപ്പെടും, എന്നാൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷമാണ് എന്റെ ലക്ഷ്യമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഉദ്ധിതനായവൻ നമുക്ക് പകർന്നു തരുന്നത് വേദനകളിലൂടെ സന്തോഷം വിരിയിക്കുന്ന മായാജാലമാണ്. ആ വഴിയിലാണ് നാം ഓരോരുത്തരും എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഹൃദയം തകരാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിതയാത്ര തുടരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.